ഇന്ന് ഞാൻ പയറ്റലയും പരിപ്പും കൂടി പീരുതുക്കി വെക്കാൻ പോയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പീരുതുക്കി എന്ന് പറയുള്ളൂ ഈ തോരനൊക്കെ. ഇത് കുറ്റിപ്പയറാണെന്ന് പറഞ്ഞാട്ടാ അവർ തന്നത്. പക്ഷെ അത് കുറ്റിപ്പയറായിട്ട് തോന്നണില്ല, അതിന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഇളയല്ല ആണ് എടുക്കണത്. ഇത് ഞങ്ങൾ വാഴക്ക് സ്ഥലം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരിതിന് വളം വെക്കാൻ വേണ്ടിയിട്ട് കുറേ പയറിടും ഈ വാഴയുടെ വാരത്തുമ്മ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇല നുള്ളിയെടുക്കുക. പിന്നെ അതിൻ്റെ ഈ പയറൊക്കെ ഒരുവിധം പറിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അധികമൊന്നും പറിക്കാനായിട്ട് അത്ര നാൾ നിർത്താൻ പാടില്ലത്. അപ്പോഴേക്കും ഇത് വളം വെക്കണം പറിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു പയർ ഇപ്പോൾ കിട്ടണില്ല. എന്ത് പയറാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചെറിയ സൈസ് പയറായിരുന്നു. ഇതും ഇപ്പോൾ പയറൊക്കെ ആയി തുടങ്ങി കുറച്ചാ. കുഞ്ഞു കുഞ്ഞു പയറുകളായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇനി വലുതായി കിട്ടും. നന്നായിട്ട് നനച്ചു കൊടുക്കണ്ട, അന്നേരം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഈ പുളിയുറുമ്പ് നിറച്ച് നമുക്ക് കയറിയാണ് കേട്ടോ. പുളിയുറുമ്പ് കയറിയാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീടാനൊന്നും വരില്ല. ഇത് പുഴു വരുമ്പോൾ തന്നെ, ഈച്ച വന്ന് മുട്ടയിടുമ്പോൾ തന്നെ ഇത് കടിച്ച് അത് കൊന്നുകളയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ. ഈ പുളിയുറുമ്പിനെ എല്ലാത്തുമ്മേയും കയറ്റാട്ടോ നമുക്ക്. കുറച്ച് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയുറുമ്പിനെ എന്തെങ്കിലും ഒരു മരത്തുമ്പിലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല മടക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അത് കൊണ്ടുപോയി പടർന്ന് കയറുന്ന ഇതില്ലേ പച്ചക്കറി, അതുമ്പോൾ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഈ സാധനം വെക്കും. ഇതിൻ്റെ കൂടെ അടത്തിയിട്ട് അങ്ങനെ തന്നെ കൊണ്ട് വെച്ചിട്ട് കുറച്ച് ചെമ്മീൻ്റെ തല അല്ലെങ്കിൽ മീനിൻ്റെ ചെകിളൊക്കെ ഇല്ലേ അത് വെച്ച് കൊടുക്കണത്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഇത് പിന്നെ വളർന്നവിടെ. അങ്ങനെ ഞങ്ങൾ വളർത്തി കുറേ എടുക്കുമായിരുന്നു. ആദ്യം ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല, വേറൊരു ചെറിയ ഉറുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചെറിയ ഉറുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പേറ്റ് സാധനങ്ങൾ നശിച്ചു. അങ്ങനെയാണ് പുളിയുറുമ്പിനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ നിറച്ചും പുളിയുറുമ്പാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല, ഇതിൽ സമ്മതിക്കില്ല. പിന്നെ അവരുടെ സാമ്രാജ്യമായി പോവും ഇത് മുഴുവനും. പക്ഷെ കേടുണ്ടാവില്ല. ഇതും പിന്നെ വലിയ അഴുക്കും പൊടിയൊന്നും ഇല്ല. നേരെ പെട്ടെന്ന് കഴിയൊക്കെ എടുത്ത് അവിടെ അരിയുക. ചിലരിത് പിഴിഞ്ഞൊക്കെ കളയോട്ടെ, ഞാൻ പിഴിഞ്ഞൊന്നും കളഞ്ഞില്ല. ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും അത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനതൊന്നും കളയാറില്ല. അതിനകത്തേക്ക് ആവശ്യമുള്ളത് പരിപ്പ് പൊട്ടാവട്ടെ. പരിപ്പ് അധികം വേവരുത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകവും കല്ലുപ്പ്, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, വേപ്പില വെച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉണക്കമുളകും വേപ്പിലയും കൂടി പൊട്ടിയതിന് ശേഷം അരപ്പിട്ട് വാട്ടാം. ചീരയൊക്കെ ആണെങ്കിൽ പരിപ്പൊന്നും ഇട്ടില്ലെങ്കിലും വെറുതെ തേങ്ങയൊക്കെ ചേർത്തിട്ട് വെറുതെ ചീര വാട്ടി കഴിക്കാനും നല്ലതാണ്. ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് കുറച്ച് പരിപ്പും ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയ കട്ട ഉള്ള കാരണം ടേസ്റ്റിന് വ്യത്യാസം വരും. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ, അരപ്പിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അരിച്ചവള അതിലെടുത്തിട്ട് കുറേ നേരം തുറന്ന് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കുറച്ച് നേരം മൂടണം. ഒരു 5 മിനിറ്റ് കൂടുതൽ മൂടുകയും ചെയ്യരുത്. വെള്ളമെല്ലാം വറ്റി തോർന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് പരിപ്പിട്ട് കൊടുക്കണം കേട്ടോ.
ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. എല്ലാ കറികളും വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.